പിന്നെ എന്തൊക്കെ ഉണ്ടടാ? കൊല്ലം കുറെ ആയല്ലോ കണ്ടിട്ട്. ഉവ്വ് കാണുമ്പോ മാത്രമേ നിനക്ക് സ്നേഹം ചിരിയൊക്കെ ഉള്ളൂ. എടാ, കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ, ഒരു കുറിയെങ്കിലും അയച്ചോടായിരുന്നു നിനക്ക്. സൂസനെ ഞാൻ കാണാതിരിക്കുക. രണ്ടുപേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു. ഞാനായിരുന്നു ഹംസം, പോസ്റ്റ്മാൻ. എന്താണെന്ന് മിണ്ടാത്ത്? നമ്മൾ ആഗ്രഹിച്ചതുപോലൊന്നും ആയിരുന്നില്ല സണ്ണി കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ്. ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്നപ്പോ അവളുടെ മട്ടൊക്കെ മാറി. ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ മുന്നിലൊന്ന് കുറെ കരഞ്ഞു. അന്ന് ഞാനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു. കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേർട്ടി ട്രിക്ക്. ജീവിതത്തോട് എന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി. ഇപ്പൊ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എന്റെ ജീവിതം. അതൊക്കെ പോട്ടെ, ഒത്തിരി നാളായില്ലേ, നമുക്കൊന്ന് കൂടാം. പാവം വില്യം. കോളേജ് ഡേയ്സിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു അവന്റേത്. എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു ഇന്റിമസി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അയാൾ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് നീ ഇപ്പൊ പറയും, ഒരു അനുഭവം വരുമ്പോൾ നീ അതറിയും. അതിലൊരു ദുസൂചന ഉണ്ടല്ലോ. ആന എന്നെ തഴയെന്നല്ലേ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? തഴഞ്ഞില്ലെങ്കിൽ അത് അവിടെ കഷ്ടാലെന്ന് ഓർത്താൽ മതി. ഇളിക്കണ്ട, സ്വയം തമാശ പറഞ്ഞിട്ട് ചിരിക്കരുത്. എടക്കറിയേ, എനിക്കൊരു ഐഡിയ. ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാളെ നമുക്ക് വില്യംസിനെ കൊണ്ട് കെട്ടിച്ചാലോ? അത് കൊള്ളാം, പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കൂ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്ന്. എനിക്കൊരു ഐഡിയ. ഐഡിയോ? നിനക്കോ? തമാശ പറയാതെ. ശരി. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. രണ്ടാം കെട്ടുകാരനാണെന്ന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാൾക്ക് നമുക്ക് പുള്ളിക്കാരനെ ആലോചിച്ചാലോ? ആളെങ്ങനെ? നല്ല സ്റ്റൈലൻ കക്ഷിയ. എ വെരി സ്മാർട്ട് ആൻഡ് എനർജറ്റിക് അഡ്വക്കേറ്റ്. I have put in 20 years of experience as a criminal lawyer. കൈവെട്ടും കാലുവെട്ടും എന്ന് അവൻ പറഞ്ഞാൽ തലവെട്ടും എന്ന് പറയാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. തുമ്മിച്ചനെ ആരും നിയമം പഠിപ്പിക്കണ്ട. അതൊക്കെ വിട്. വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നോ 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 നോ, അത് പറ്റില്ല. അത് മാത്രം എന്താ എന്നോട് പറയണ്ട. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. വിവാഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ താൻ ഇനി ഫോൺ ചെയ്യണമെന്നില്ല. കല്യാണക്കാരി എന്ന് സൂചിപ്പിക്കേണ്ട, സംഗതി ആകെക്കുളമാവും. ഓക്കെ, ശരി ശരി. തന്നെ കാണാനേ ഇല്ലല്ലോ. ഞാൻ ഈ വണ്ടി പിടുത്തമൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ടില്ലേ? സണ്ണി അല്ലേ? എങ്ങനെ മനസ്സിലായി? കറിയാച്ചൻ തന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താടോ ഈ വഴിയൊക്കെ? പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. വിവാഹം നിശ്ചയിച്ചില്ല, വിവാഹം നിശ്ചയിച്ച പോലെയാണ്, അത്രേ ഉള്ളൂ. അത് പിന്നെ ഞങ്ങള് കെട്ടാൻ പോണ പെൺകുട്ടികൾക്ക് 2 ചേച്ചിമാര് കൂടിയുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ. ചേച്ചിമാർക്ക് വേണ്ടി വരന്മാരെ തപ്പി ഇറങ്ങിയതാ നമ്മള്. ഈ ഏരിയയിൽ ഒന്നുമില്ല, ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പൊ കറിയാച്ചനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കയറിയിട്ട് പോവാ. അതെ. താൻ സ്മോൾ അടിക്കൂ? സ്മോൾ അടിക്കില്ല, ഡബിൾ ലാർജ് അടിക്കും. എങ്കിൽ ആലീസിന്റെ ചേച്ചിമാരുടെ കല്യാണം നടക്കുന്നവരെ ക്ഷമിക്കുക. ഇതാണോടോ ഇത്ര വലിയ സീരിയസ് പ്രോബ്ലം? അല്ല, തണ്ണി ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? വില്യം, അഡ്വക്കേറ്റ് തുമ്മിച്ചിന് നിനക്ക് പരിചയമുണ്ടോ? പിന്നെന്താ? അല്ല, ഒന്നുമില്ല. പുള്ളിക്കാരന്റെ വീട്ടിൽ വെച്ച് നാളെ ഇവൻ നമുക്കൊരു പാർട്ടി തരാൻ പോവാ. ഞാനോ? പിന്നല്ലാതെ. പാർട്ടി ഉണ്ട്, നീ കൂടി വരണം. അല്ല, എനിക്ക് അത് നോ എക്സ്ക്യൂസ്. നീ വന്നേ പറ്റൂ. ശരി, മതി മതി, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. മോളി ഡെയ്സി, ഡെയ്സി മോളി, എവളുമാരുടെയൊക്കെ ജീവചരിത്രം കേട്ടോണ്ടിരിക്കാനല്ല നമ്മളിവിടെ കൂടിയത്. അത് പിന്നെ എങ്ങനെ? ആലീസുമായിട്ട് അസ്ഥിപൂത്ത പ്രേമല്ലേ ഇവന്? നീ പറ, നീ തുടങ്ങി നോക്കി, ബാക്കി ഞാൻ പറഞ്ഞോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തണ്ണി? അതിന് മോളിക്കുട്ടിക്ക് തുമ്മിച്ചനെ കൂടെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? ഇഷ്ടപ്പെട്ട നല്ല ബന്ധമാണ്. അത് പിന്നെ ചോദിക്കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ വില്യംസിന്റെ കാര്യം, അത് ഡെയ്സിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന്. എന്നാലും ഇവരോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു. അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്നവരെ അവർ രണ്ടുപേരും. ഈ ഒരവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആ പെൺകുട്ടികൾക്ക് ഒരു ലൈഫ് കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാൻ ഇവര് മടിക്കില്ല എന്നുള്ളത് എനിക്കറിയാൻ. ഇവര് സമ്മതിക്കൂല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ. കൊള്ളാം കൊള്ളാം, വളരെ ഗംഭീര പെർഫോമൻസ്. എടാ കൊച്ചന്മാരെ, ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലേ
ഞങ്ങളുടെ അതെ. ആ, വില്യംസിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ പ്രശ്നം നടപ്പിലാവില്ല. വരട്ടെ. അല്ല പിന്നെ വില്യം എന്റെ നടക്കത്തില്ല കേട്ടോ. മോളിക്കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? തൊമ്മിച്ചാൻ ആളൊരു വലിയ മനുഷ്യനാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു രണ്ടാം കെട്ടുകാരനായതുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും അങ്ങനെയൊന്നുമില്ല. എന്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കും. നമ്മുടെ കുറവുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതെ. തൊമ്മിച്ചാനുമായിട്ടുള്ള ഒരു ബന്ധം എന്തുകൊണ്ട് നല്ലതാ. വക്കീലല്ലേ, തച്ചമ്പള്ളിക്കാരോട് നിയമം പറയാൻ അങ്ങനെ ഒരു ആളുള്ളത് നല്ലതാ. 4 കല്യാണം കൂടി ഒരുമിച്ച് നടത്തിയാൽ നമുക്ക് ചെലവ് അത്രയും ലാഭിക്കാം. 4? പിന്നെ പുള്ളിക്കാരൻ എണ്ണം തെറ്റിയതാ. അത് ഞങ്ങൾ ഇറക്കട്ടെ. എന്റെ കാര്യം പറ. എന്റെ ആക്രമണം കാണിച്ച് കൊളാക്കല്ലേ. പറയട്ടെ. അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്ത്? എന്റെ ആനയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അയ്യോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞാട്ടോ. ആ കളവെ കെട്ടുന്ന കാര്യോ? പിന്നെ അന്നേ മാസം ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ആനയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓഹോ, ആ. അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒഴിഞ്ഞു മാറി അല്ലേ? എടാ, 20-ാം നൂറ്റാണ്ടിലെ യൂദാസിന്റെ പതിപ്പാ നീ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. തൊമ്മിച്ചനെ തപ്പിക്കൊണ്ടുവന്ന് ഞാനാ. എന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തൊമ്മിച്ചനെ പിൻവലിക്കും. ഓടാ. കറിയച്ചേട്ടാ, ഏ?